ആശുപത്രിയിലെ രോഗികളുടെ വാർഡ് പോളിംഗ് ബൂത്തായി മാറി. 100-ാം വയസ്സിൽ ആശുപത്രി കിടക്കയിൽ വെച്ചൊരു വേറിട്ട സമ്മതിദാന അവകാശ വിനിയോഗം. വീട്ടിലെ വോട്ടിന്റെ ഭാഗമായാണ് മാനന്തവാടിയിലെ ആശുപത്രി പോളിംഗ് ബൂത്താക്കി മാറ്റി രോഗിയായ വോട്ടറുടെ വോട്ട് രേഖപ്പെടുത്താൻ അവസരമൊരുക്കിയത്. കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പോളിംഗ് ബൂത്തിൽ പോയി മറ്റെല്ലാവരെയും പോലെ വോട്ട് രേഖപ്പെടുത്തുകയാണ് തേറ്റമല നാപ്പാട്ടുകുന്നിൽ ഭാട്യ ചെയ്തിരുന്നത്. എന്നാൽ 100 വയസ്സ് പൂർത്തിയായ ഭാട്യയ്ക്ക് ഇത്തവണ ആരോഗ്യപരമായ കാരണങ്ങളാൽ പോളിംഗ് ബൂത്തിലെത്തുകയെന്നത് ഏറെ പ്രയാസകരമായിരുന്നു. ഇതിനിടെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ഫ്രം ഹോം സംവിധാനം ഏർപ്പെടുത്തിയത്. ഇത് പ്രകാരം അപേക്ഷ നൽകിയ ഭാട്യയ്ക്ക് വീട്ടിലെ വോട്ടിന് അർഹത ലഭിച്ചു. എന്നാൽ 3 ദിവസം മുൻപ് വാർദ്ധക്യ സഹജമായ രോഗങ്ങളാൽ ഭാട്യയെ മാനന്തവാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ ഇത്തവണ സമ്മതിദാനാവകാശം രേഖപ്പെടുത്താനാവില്ലെന്നായിരുന്നു കണക്കുകൂട്ടിയത്. എന്നാൽ ഇന്ന് 3 മണിയോടെയാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഭാട്യയെ തേടി ആശുപത്രിയിലെത്തിയത്. തുടർന്ന് ആശുപത്രിയിലെ രോഗികളുടെ വാർഡ് പോളിംഗ് ബൂത്താക്കി മാറ്റി ഭാട്യയ്ക്ക് വോട്ടിങ്ങിന് സൗകര്യമൊരുക്കി. എല്ലാ വർഷവും നമ്മൾ വോട്ട് ചെയ്യാറുള്ളതാണ്. ഇപ്പോൾ ഹോസ്പിറ്റലായതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ ആൾക്കാർ വന്നിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് വളരെ സന്തോഷമുണ്ട്. അത്ര ഒരു ഉപകാരം ചെയ്തതിൽ വളരെ ഞങ്ങൾക്ക് നന്ദിയുണ്ട്. കഴിഞ്ഞ 3 ദിവസമായി നടത്തിവരുന്ന ജില്ലയിലെ വീട്ടിലെ വോട്ടിംഗ് ഇന്നത്തോടെ പൂർത്തിയായി. ന്യൂസ് ബ്യൂറോ, വെള്ളമുണ്ട.